ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇപ്പം 10 മണിയായിട്ടുണ്ട്, രാവിലെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് എണീറ്റത് കുറച്ചേരെ. പക്ഷെ പല്ലൊക്കെ തേച്ച് സ്കിൻ കെയർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ സ്കിൻ കെയർ ചെയ്യണം, പക്ഷെ ഞാനിത് കാണിക്കില്ല. സോ യെസ്, അപ്പം ഇന്ന് എനിക്ക് 26 വയസ്സ് ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ബർത്ത്ഡേ ആസ് മിസ് ആണ്. നെക്സ്റ്റ് ഇയർ ഈ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അത് സ്പെഷ്യലാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വ്ളോഗ് ചെയ്തേക്കാന്ന്, എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടേ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു റീൽസ് ആയിട്ട് ഷൂട്ട് ചെയ്തല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വ്ളോഗ് തന്നെ ചെയ്യാമെന്ന്. അപ്പം എന്തായാലും അമ്മൻ എനിക്ക് ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചു എനിക്ക് ദോശ ഉണ്ടാക്കി തരും. അപ്പോൾ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കിച്ചണിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനൊന്ന് എണീറ്റ് പലക തേച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അങ്ങോട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഇന്നങ്ങനെ ഒരുപാട് പ്ലാനൊന്നും ഇല്ല കേട്ടോ. വെതർ ഇപ്പം വലിയ കുഴപ്പമില്ല, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഴ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്ത് പോകാൻ നടക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വരണം എന്ന് എനിക്കുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇപ്പം തൽക്കാലം വേഗം ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ കിച്ചണിലേക്ക് പോട്ടെ. എന്തായി? ദോശയോ? ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഗുഡ് ജോബ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ദോശ ഉണ്ടാക്കട്ടെ. ഞങ്ങളല്ലേ അമ്മനാണ് ദോശ ഉണ്ടാക്കുന്നത്. സോ അപ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് ഇന്നലെ ഇവരെ എനിക്ക് തന്നിട്ടുള്ള ഒരു ഫ്ലോപ്പ് സർപ്രൈസ് കണ്ടിട്ട് വരൂ. എനിക്ക് ഓൾറെഡി മനസ്സിലായിട്ടോ. അത് നിങ്ങൾ കണ്ടിട്ട് പറയണോ അതിന് മുന്നേ പറയണോ? ഓക്കെ, ഞാൻ പറയാം. അല്ല, ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് തോന്നുന്നു. എങ്ങനെ എനിക്ക് മനസ്സിലായത്? ഇവൻ എന്നോട് വന്ന് പറഞ്ഞു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ എന്നോട് വന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ അത് പോയി ഓടി പോയി കണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്തില്ലേ? ഇത് നോക്കിയ ഈ ഒരു ആംഗിൾ ലൈറ്റ് ഓഫ് ചെയ്തോ. അവൻ എന്നോട് വന്ന് പറഞ്ഞു മാങ്ങ ചെത്തിയത്. അപ്പൊ ഞാൻ സിംഗിൾ കൊണ്ടുവരാം. അപ്പൊ പറയാം മുട്ട ഉണ്ടാക്കണ പാത്രം കരിഞ്ഞു പോയി, നീ ഇവിടെ ഉണ്ടെന്ന്. നീയാ? ഇവനില്ല ഇതില്. ഇവനില്ല വന്നല്ലോ. എത്ര ദിവസത്തെ പ്ലാനിങ് ദേവിക വീഡിയോ കാണും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓ, ഡാൻസിന്റെ ഫോട്ടോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതെന്താ ഗെയിം? അതെ, ഇത് ആക്ച്വലി നിന്റെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ കപ്പാണ്, ആ സ്റ്റാൻലിന്റെ ഡ്യൂപ്പ് കപ്പ് അല്ലേ? ആ ഒരു പിങ്കും ബ്ലൂവും അല്ലെങ്കിൽ ഫ്ലോറൽ പാറ്റേൺ ഉള്ളത്. ഇതെന്താണ്? ആ കടയിലുള്ള എല്ലാ സാധനവും എനിക്കറിയാം. ഞാന് ഈ സാധനം നിനക്ക് സ്റ്റാൻഡ് വേണോ? ഭാഗ്യം. വേണ്ടായിരുന്നു. ഇതെനിക്ക് അല്ല, ഇതെനിക്ക് വേണം. ഇതെനിക്ക് ഇഷ്ടം. ഇത് ഞാൻ എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോ എടുക്കും. അവിടെ പോകും, ഞാൻ തിരിച്ചു വെക്കും. വെള്ളം കുടിക്കല് വേണമെങ്കിൽ ഗ്ലാസ്സിൽ കുടിക്കാനോ വിചാരിച്ച് ഞാൻ തിരിച്ചു വെക്കും. പെട്ടെന്ന് ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാവും ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക്. സോ ഇന്നലെ ഇരുന്നു ഡാൻസ് പെർഫോമൻസ്. ജൂൺ 7-ാം തീയതി നല്ലതായിരുന്നു. 2 ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇവിടെ എത്തി, മേലൊക്കെ കഴുകി, മേലല്ല പല്ലിയൊക്കെ കുളിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഒരു സമയത്തുണ്ടായിരുന്നു. അതിന് ശേഷം ഇവർ വിളിച്ചത്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? സോ എനിക്ക് മനസ്സിലായിരുന്നു എന്തൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ എന്തായാലും 26 വയസ്സായി. ഇപ്പം ഞാനും അവനും സെയിം ഏജാ അല്ലേ? അവനും കുഞ്ഞാ, ഞാനും കുഞ്ഞാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പെട്ടെന്നൊന്ന് പുറത്ത് പോകുമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയാണല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം എൻ്റെ സ്കിൻ കെയറും മേക്കപ്പ് ഒക്കെ ചെയ്യട്ടെ. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം താഴെ ലിങ്ക് ചെയ്യാം. മോയ്സ്ചറൈസറിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ റെഡിയായി ഇറങ്ങി.
ഞങ്ങൾ അതെ അമ്മൻ റൂമിലുണ്ട്. ഡെൽഫീൻ്റെ ബാക്കിൽ പോയി നോക്കാം. അപ്പം ഞാൻ അതിന് ആൻസീനെ വിളിച്ചാണ്. അത് കഴിഞ്ഞിട്ട് യെസ് അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കാം എന്താ അമ്മൻ എടുക്കാത്തത്. അമ്മൻ എടുത്താൽ ശരിയാവില്ല, ഞങ്ങൾ അടിയാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിളിച്ചത്. എന്നിട്ട് ഞാൻ ലൂൺ സെൻറ്ററിലേക്ക് പോകും. എക്സ്പ്രസ്സോ പോയിരിക്കാന്നാണ് വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴയാണല്ലോ, അതുകൊണ്ട് രാവിലെ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങി കെട്ടിയത്. വേറെ ഒന്നുമില്ല, വേറെ ഒരു പ്ലാനും ഇല്ല. നമുക്ക് എന്തായാലും ബാക്കോട്ട് പോവാം. നമ്മളപ്പം ഡെൽഫീൻ്റെ ഇപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് കുറച്ചധികം ഫോട്ടോ എടുത്തു. ഞാനിപ്പോൾ ഇത് പിടിച്ചിരിക്കുന്നത് ആൻസി വീഴോന്ന് അറിയാൻ വേണ്ടിയാണ്. ആൻസി താഴേക്ക് വരൂ, ആൻസി താഴേക്ക് വരൂ ആൻസി. അയ്യോ ആൻസി വീണില്ല. അപ്പം ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. ഇത് ഒരെണ്ണം, ഇത് കാണിച്ചു ക്ലിയർ ആയിട്ട്. ഇതിന് മുന്നത്തെ കുറച്ചുകൂടെ ക്ലിയർ. ഞാൻ ഫോട്ടോ സൈഡിലിടാം. അപ്പം ഇനി ഞങ്ങൾ ലുണ്ടിലേക്ക് പോകണം, ഞാനും അവനും കൂടെ. എങ്ങനെയുണ്ട് ഫോട്ടോസ്? പക്ഷെ എൻ്റെ മാത്രം സൂപ്പറായി. ബസ്സിൽ കയറുമ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ട് എന്നാൽ പിന്നെ നേരെ നോവയ്ക്ക് പോകാമെന്ന് വെച്ചാൽ നോവയിലേക്കാണ് പോയത്. എത്തിയ പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ടാവില്ലോ, ചെരുപ്പ് നോക്കി, ഡ്രസ്സ് നോക്കി, അങ്ങനെ കുറച്ച് നേരം അതിലൂടെ തിരിഞ്ഞ് നടന്നതിന് ശേഷം ആണ് നമ്മൾ എസ്പ്രസോയിൽ വന്നിട്ട് ഇരുന്നത്. ആൻഡ് എസ്പ്രസോ നിന്ന് മാച്ച വെനില ലാറ്റയോ അല്ല അങ്ങനത്തെ എന്തോ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തു. 5 പൈസയ്ക്കുള്ളിലായിരുന്നു. പക്ഷേ ഫോട്ടോസിന് എസ്തറ്റിക്കായിട്ട് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഈ മാറ്റ സാധനം വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അത് അമ്മ ഒറ്റ വലിക്ക് കുടിച്ച് എങ്ങനെയോ തീർത്തോട്ടെ. അതിന് ശേഷം ഞങ്ങൾ വേറൊരു ഡ്രിങ്ക് വാങ്ങിച്ചു, ഞാൻ സ്ഥിരം വാങ്ങിക്കണത്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്ത് നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് അതിൻ്റെ. ആൻഡ് ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ച് എന്ന് പറയാമോന്ന് അറിയില്ല. അവിടെ ബസ്റ്റഡ് ബർഗേഴ്സ് പോയിട്ട് ഒരു ബർഗർ കഴിച്ചു. നല്ല മഴയുണ്ടായിരുന്നു, കയ്യിലാണെങ്കിൽ കൊടയില്ല. അപ്പോൾ ഒരു ബസ് ഉണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, ഇറങ്ങി ഓടി. So I only could get roses which smell very nice. Thank you. And that's the gift. I got like saplings, small ones from Facebook Marketplace, and then I grew them. I have like 2 more at home. Thank you. Okay. Oh my god, that looks crazy. Oh my god. So cute. You drew this? Yeah. റൂമൊക്കെ എത്തി ഞാനിങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീ വന്നത്. ശ്രീ കുറേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. അവളെങ്കിൽ കല്ലുമ്മക്കായ ഫ്രോസണൊക്കെ കൊണ്ടുതന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ. അപ്പോൾ അതൊക്കെ കൊണ്ടു തന്നു. കുറേ നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് കുഞ്ഞു ക്യൂട്ട് തോട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നു. നല്ലൊരു ദിവസമായിരുന്നു. ശ്രീ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇനി കിടക്കാനായിട്ടോ അന്നങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പം ഞാൻ വേഗം എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ വന്നതാണ്. ജസ്റ്റ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകും. ഈ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് തീർന്നു, ഇത് പുതിയ ഒരെണ്ണം വാങ്ങിക്കണം. ഇത് ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ, നാട്ടിൽ കിട്ടില്ല. അപ്പം ഞാൻ കുറേ പ്രോഡക്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ എടുത്തത് ഫോക്സ്റ്റൈലിലെ മോയ്സ്ചറൈസറാണ്. ആൻഡ് ദെൻ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതല്ല നീജിൻ്റെ ലിപ് ബാം. സോ ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും, മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സും എല്ലാം ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. എങ്ങനത്തെ വീഡിയോസ് കാണണം എന്നുള്ളതും കൂടെ പറയാം കേട്ടോ. സോ ദാറ്റ് എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.